ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെക്ടറിന്റെ ലെങ്ത് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എ എന്ന് പറയുന്ന ഒരു വെക്ടർ തരികയാണ്. എ ഈസ് ഈക്വൽ ടു 1 2 3. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, രണ്ട് വര വരച്ചിട്ടാണ്. ഇതിന് നമ്മൾ വിളിക്കുന്നത് നോം എ എന്നാണ്. സോ നോം എ എന്ന് പറയുന്നതും ലെങ്ത് ഓഫ് എ എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. അപ്പൊ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒരു വെക്ടർ തന്നിട്ട് അതിന്റെ നോമ് കണ്ടെത്താൻ ചോദിക്കാം, ലെങ്ത് കണ്ടെത്താൻ ചോദിക്കാം. അപ്പൊ അത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇങ്ങനെ രണ്ട് വരയിലാണ്, രണ്ട് വരയുടെ ഉള്ളിലാണ് എ എന്നത്. ഇനി ഇത് കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇപ്പൊ 1 2 3 ആണ്. അപ്പൊ ഇത് കണ്ടെത്താനുള്ള ഫോർമുല റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഓരോ കമ്പോണന്റ് സ്ക്വയറിനെ ആഡ് ചെയ്യും. അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 14. സോ നോം എ എന്ന് പറയുന്നത് റൂട്ട് 14 ആണ്. അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ എന്ന് പറയുന്നതും റൂട്ട് 14 ആണ്. നമുക്ക് ജനറൽ ഫോർമുല നോക്കാം. എ എന്ന് പറയുന്ന വെക്ടർ ഞാൻ തരികയാണ്, a1 a2 എക്സെട്ര a. ദെൻ ലെങ്ത് ഓഫ് വെക്ടർ എ ഈക്വൽ ടു നോം എ ഈക്വൽ ടു, ഹൗ ക്യാൻ വി ഫൈൻഡ് ദിസ്? റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an സ്ക്വയർ. എക്സാമ്പിൾ ഞാനിവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു 3 4 5. ഹൗ ക്യാൻ വി ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ഓർ ഹൗ ക്യാൻ വി ഫൈൻഡ് ഇറ്റ്സ് നോം? ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വെക്ടർ 1 - 1 2 0? അപ്പൊ ലെങ്ത് ചോദിച്ചാലും നോം ചോദിച്ചാലും ഒക്കെ സെയിം ആണ്. സോ നോം എ ഈക്വൽ ടു റൂട്ട് ഓഫ് ഓരോ കമ്പോണന്റ് സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് റൂട്ട് 6. സോ ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ നോം എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും, ലെങ്ത് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും, പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, നോർമലൈസിങ് എ വെക്ടർ. ഞാനൊരു വെക്ടർ തരും, എ എന്ന് പറഞ്ഞ വെക്ടർ. അപ്പൊ എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ നോം കാണാൻ നമുക്കറിയാം അല്ലെ. ഹൗ ക്യാൻ വി നോർമലൈസ് എ? അപ്പൊ നോം കാണാൻ പറഞ്ഞാൽ നമ്മൾ നോം എ എന്ന് പറഞ്ഞത് അതുപോലെ ഈ ഡിനോമിനേറ്റർ എഴുതിയ പോലെയാണ് നോം കാണുന്നത്. ഇനി എനെ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പുതിയൊരു വെക്ടറാണ്. അപ്പോൾ നോർമലൈസിങ് എ മീൻസ് ഇറ്റ് ഈസ് അനദർ വെക്ടർ യു. വാട്ട് ഈസ് ദാറ്റ് ഫോർമുല? യു ഈക്വൽ ടു എ ബൈ നോം എ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഒരു വെക്ടർ തരും എ എന്ന് പറയുന്നത്, അതിനെ നോർമലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പുതിയ വെക്ടറാണ്. അതെങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? എ ബൈ നോം എ. മുമ്പ് ചെയ്ത ഈ എക്സാമ്പിളിൽ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വെക്ടർ 1 2 3 ആണ്. ഈ എ എന്ന് പറയുന്ന വെക്ടറിന്റെ നോർമലൈസിംഗ് വെക്ടർ എന്ന് പറയുന്നത് എന്താ വരിക? നോർമലൈസിംഗ് വെക്ടർ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ വെക്ടർ യു ഈക്വൽ ടു ഫോർമുല എ ബൈ നോം എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ വെക്ടർ എന്തായിരുന്നു? 1 2 3 ബൈ നോം എ എന്തായിരുന്നു? നോം എ റൂട്ട് 40. സോ ആൻസർ എന്താ വരിക? ഓരോ കമ്പോണന്റിനെയും റൂട്ട് 14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 1 ബൈ റൂട്ട് 14, 2 ബൈ റൂട്ട് 14, 3 ബൈ റൂട്ട് 40. ഇതാണ് ആൻസർ. കണ്ടോ? അപ്പൊ എ എന്ന് പറഞ്ഞ വെക്ടർ 1 2 3 ആയിരുന്നു. പക്ഷെ ഈ എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ നോർമലൈസിങ് ചെയ്തപ്പോൾ എന്ത് വെക്ടർ കിട്ടി നമുക്ക്? 1 ബൈ റൂട്ട് 14, 2 ബൈ റൂട്ട് 14, 3 ബൈ റൂട്ട് 14. അപ്പൊ എ എന്ന് പറയുന്ന വെക്ടറും ഈ യു ഇത് നോർമലൈസ് ചെയ്തുള്ള വെക്ടറും രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ഐ റിപ്പീറ്റ്, ഒരു വെക്ടർ തന്നിട്ട് അതിനെ നോർമലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു പുതിയ വെക്ടർ കിട്ടും. ആ പുതിയ വെക്ടർ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് നോം. ഇതാണ് നോർമലൈസിംഗ് വെക്ടർ. ഇനി എന്തിനാ ഈ നോർമലൈസിംഗ് വെക്ടർ കാണുന്നത്? എന്താ ഇതിന്റെ ഒരു പ്രത്യേകത? അതാണ് നമ്മൾ ഇനി അടുത്തത് പറയുന്നത്. സി, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന വെക്ടർ തന്നു 1 2 3. അതിന്റെ നോം നമ്മൾ ഫൈൻഡ് ചെയ്തപ്പോൾ റൂട്ട് 14 കിട്ടി. ഇനി നമ്മൾ എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ നോർമലൈസിംഗ് വെക്ടർ കണ്ടെത്തി, അതാണ് യു. അതെന്തായിരുന്നു? 1 ബൈ റൂട്ട് 14, 2 ബൈ റൂട്ട് 14, 3 ബൈ റൂട്ട് 14. വാട്ട് ഈസ് ദ നോം ഓഫ് യു? നിങ്ങൾ ഇതിന്റെ നോം ഒന്ന് കണ്ടെത്തി നോക്കൂ. അപ്പൊ എന്താ നമുക്ക് ആൻസർ വരുന്നത്? ഞാനിവിടെ നോം കാണുന്നുണ്ട്. ഇങ്ങനെ നോം ഫൈൻഡ് ചെയ്യുക, ഓരോ കമ്പോണന്റിന്റെയും സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക. ഞാൻ ഓരോ കമ്പോണന്റിന്റെയും സ്ക്വയർ എടുത്തു, സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ 1ന്റെ സ്ക്വയർ ബൈ റൂട്ട് 14ന്റെ സ്ക്വയർ 14 ആണ്. 2 സ്ക്വയർ ബൈ റൂട്ട് 14ന്റെ സ്ക്വയർ 14 ആണ്. അങ്ങനെ ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നത് 1 ആയിരിക്കും. അത് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകതയല്ല. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും ആ വെക്ടറിന്റെ നോർമലൈസിംഗ് വെക്ടർ ആണ്. നോർമലൈസിംഗ് വെക്ടറിന്റെ നോം കണ്ടു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. സോ norm of a normalizing vector is always equal to 1. അതാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്.
ഇപ്പൊ എ എന്ന് പറഞ്ഞ വെക്ടർ എടുത്തു, അതിന്റെ നോമ് 1 ആണോ? അല്ല. എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ നോമ് 1 അല്ല. പക്ഷെ നമ്മൾ എയുടെ നോർമലൈസിങ് വെക്ടർ കണ്ടു. നോർമലൈസിങ് വെക്ടറിന്റെ നോം എന്തായിരിക്കും? അത് എപ്പോഴും 1 ആയിരിക്കും. അത് എപ്പോഴും നോട്ട് ചെയ്യാം, അതൊരു കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് വെക്ടർ ബി ഈക്വൽ ടു 6, -3. നോർമലൈസ് വെക്ടർ ബി. ബിനെ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫോർമുല? യു ഈക്വൽ ടു ബി ബൈ നോം ബി. അപ്പൊ ആദ്യം എന്ത് ഫൈൻഡ് ചെയ്യണം? നോം ബി കാണണം. ഹൗ ക്യാൻ വി ഫൈൻഡ് ഇറ്റ്സ് നോം? നോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഓരോ കമ്പോണന്റിന്റെ സ്ക്വയർ, 6² പ്ലസ് -3 the whole square, that is root of 36 plus 9, that is root of 45. Root 45 ആണ് നോം ബി. Now we are going to find its normalizing vector. എന്താണ്? u equal to b by നോം ബി. b എന്ന് പറയുന്നത് 6, -3, നോം ബി എന്ന് പറയുന്നത് root 45. നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ കമ്പോണന്റിലും ഡിവൈഡ് ചെയ്ത് എഴുതി. സോ ദിസ് ഈസ് ദി ആൻസർ. ഇതാണ് നോർമലൈസിങ് വെക്ടർ. ഇതിന്റെ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ഈ നോർമലൈസിങ് വെക്ടർ മാത്രമേ കണ്ടെത്തേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ നോം എന്താണെന്നും നോർമലൈസിങ് വെക്ടർ എന്താണെന്നും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഡോട്ട് പ്രോഡക്റ്റ്. എല്ലാവർക്കും ഫെമിലിയർ ആണ് പ്ലസ് ടുവിന്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒരു പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തു 3, 4, 6. ബി എന്ന് പറയുന്ന വെക്ടർ എടുത്തു 1, -1, 0. രണ്ടെണ്ണത്തിൽ 3 കമ്പോണന്റ് വീതം ഉണ്ട് കേട്ടോ. How can we find its dot product? It is denoted as A dot B. അപ്പോൾ വെക്ടർ ആണെന്ന് തെളിയിക്കാൻ ഞാൻ മുകളിലൊരു വര വരയ്ക്കാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. A dot B. A dot B എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? A എന്ന് പറഞ്ഞ വെക്ടർ 3, 4, 6 ഡോട്ട് B എന്ന് പറയുന്ന വെക്ടർ 1, -1, 0. ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാമെന്നറിയോ? കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക. അപ്പോൾ കമ്പോണന്റ് വൈസ് എന്ന് പറയുമ്പോൾ 3 × 1 പ്ലസ് 4 × -1 പ്ലസ് 6 × 0. ഈസി. എന്താ ചെയ്തത്? കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക. അപ്പൊ 3 × 1 3 പ്ലസ് 4 × -1 -4 പ്ലസ് 6 × 0 0. ആൻസർ -1. അപ്പൊ ഇവിടെ തെറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾ കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യും, പക്ഷെ ഇവർ തമ്മിൽ ആഡിങ് നിങ്ങൾ മറന്നുപോകും. അത് തെറ്റരുത്. കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ ജനറൽ ആയിട്ട് ഫോർമുല പറയാണ്. എ എന്ന് പറഞ്ഞ വെക്ടർ A1, A2 എക്സെട്ര AN. ബി എന്ന് പറയുന്ന വെക്ടർ B1, B2 എക്സെട്ര BN. ദെൻ വാട്ട് ഈസ് A ഡോട്ട് ബി? A ഡോട്ട് ബി എന്താ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് A1 B1, ദെൻ ആഡ് ചെയ്യുക. ഇനി അടുത്ത കമ്പോണന്റ് A2 B2 ആഡ് ചെയ്യുക, പ്ലസ് എക്സെട്ര പ്ലസ് AN BN. ഈ ബ്രാക്കറ്റ് വേണമെന്നില്ല. ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ A ഡോട്ട് ബി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ ആണ് കിട്ടുക, ഒരു റിയൽ നമ്പർ. അല്ലാതെ കമ്പോണന്റുകളൊന്നും കിട്ടില്ല. ഇങ്ങനെ വെക്ടേഴ്സ് ആയിട്ടല്ല കിട്ടുക, ഒരു നമ്പർ ആണ് കിട്ടുക. അപ്പൊ ഈ ആൻസറിൽ എ വെക്ടർ ആണ്, ബി വെക്ടർ ആണ്. പക്ഷെ A ഡോട്ട് ബി കണ്ടപ്പോൾ നമുക്ക് ആൻസർ എന്താവുന്നത്? -1. ഒരു റിയൽ നമ്പർ ആണ് വരിക കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്യുക. എ വെക്ടർ ആയിരിക്കും, ബി വെക്ടർ ആയിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഓർത്തോഗണൽ. വെൻ വി സേ ദാറ്റ് 2 വെക്ടേഴ്സ് A and B ആർ ഓർത്തോഗണൽ. 2 വെക്ടേഴ്സ് എപ്പോഴാണ് ഓർത്തോഗണൽ ആണെന്ന് പറയാ? if their dot product is 0. A എന്ന് പറഞ്ഞൊരു വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും ഓർത്തോഗണൽ ആകണമെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 0 ആവണം. നിങ്ങൾ +2 വെക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും. +2 ഈ ഓർത്തോഗണൽ മീൻസ് പെർപെൻഡിക്കുലർ ആവുക എന്നാണ്. എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും ഓർത്തോഗണൽ ആവുക മീൻസ് ഒരു പെർപെൻഡിക്കുലർ ആവുക. പെർപെൻഡിക്കുലർ ആവുന്നത് എപ്പോഴായിരിക്കും? A ഡോട്ട് ബി 0 വരുമ്പോൾ. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 2 വെക്ടേഴ്സ് തരും, പ്രൂവ് ദാറ്റ് ദേ ആർ ഓർത്തോഗണൽ. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് A is equal to 6, 0, -1, B equal to -2, 8, -12. Prove that A and B are orthogonal. Orthogonal. How can we do this? ഇങ്ങനെ ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ജസ്റ്റ് അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുക, A ഡോട്ട് ബി കാണുക. എങ്ങനെ A ഡോട്ട് ബി കാണുക? കമ്പോണന്റ് വൈസ്. അതായത് ഇവിടെ 6, 0, -1 ഡോട്ട് -2, 8, -12. നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു നോക്കാം. 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 പ്ലസ് 0 × 8 0 പ്ലസ് -1 × -12 12. ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. സോ A ഡോട്ട് ബി കണ്ടപ്പോൾ 0 കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് A ആൻഡ് B ആർ ഓർത്തോഗണൽ. നമ്മളിവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞിരുന്നു അല്ലെ? എ എന്ന് പറഞ്ഞ വെക്ടർ ഇതാണ്, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇതാണെങ്കിൽ A ഡോട്ട് ബി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്.
ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഡോട്ട് പ്രൊഡക്റ്റിനെ രണ്ട് രീതിയിൽ വേറെ രീതിയിൽ പറയാം. ഒന്ന് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് എന്നും യൂക്ലിഡിയൻ ഇന്നർ പ്രോഡക്റ്റ് എന്നും പറയും. അപ്പൊ 3 പേരാണ് ഇതിനുള്ളത്. ഏതൊക്കെയാണ്? ഡോട്ട് പ്രൊഡക്റ്റ്, സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ്, യൂക്ലിഡിയൻ ഇന്നർ പ്രോഡക്റ്റ്. അപ്പൊ ഇത് 3 വന്നാലും സെയിം ആണ് ആൻസർ. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് വന്നാലും നമ്മൾ കൺഫ്യൂഷൻ ആവണ്ട. സെയിം ഇതാണ് ഫോർമുല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്ന 2 ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ബേസിസ് ആൻഡ് ഓർത്തോനോർമൽ ബേസിസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തോനോർമൽ ബേസിസ് കാണാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ പേപ്പറിലും വരാറുണ്ട്. അപ്പൊ അത് എന്താണ് ഓർത്തോഗണൽ ബേസിസ്, എന്താണ് ഓർത്തോനോർമൽ ബേസിസ് എന്നാണ് പറയുന്നത്. അതോടുകൂടി ഈ ക്ലാസ് കഴിയും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ഓഫ് എക്സ് എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഒരു ബേസിസ് ആണ് 1x(x²) എന്ന് പറയുന്ന ഈ സെറ്റ്. പി ഓഫ് എക്സിന്റെ ഇല്ല, P2 ഓഫ് എക്സിന്റെ. കാരണം ഇവിടെ എന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് P2 ഓഫ് എക്സ് മീൻസ് ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതാണ് കേട്ടോ അതിന്റെ ബേസിസ് ആണ് വരിക 1x(x²) എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ്, 0 ഡിഗ്രി, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി അതുവരെയുള്ള പോളിനോമിയൽസുകളുടെ സെറ്റാണ് P2 ഓഫ് എക്സ്. അതൊരു വെക്ടർ സ്പേസ് ആണ്. അതിന്റെ ബേസിസ് ആണ് 1x(x²) നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഓർത്തോഗണൽ ബേസിസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്നറിയോ? ഇത് ഓർത്തോഗണൽ ബേസിസ് ആകണമെങ്കിൽ ഇവർ മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കണം. എന്താ ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ 0 വരണം. അപ്പൊ ഇതിൽ ഏത് 2 വെക്ടേഴ്സ് എടുത്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. ഇപ്പൊ ഞാൻ 1ഉം x എടുത്ത് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു, 1.x എന്താ വരിക? ഇവിടെ x തന്നെയാണ് വരുന്നത്, 0 അല്ല. ഇത് ഏത് 2 വെക്ടേഴ്സ് എടുത്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാലും 0 കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് മ്യൂച്വലി ഓർത്തോഗണൽ. മ്യൂച്വലി ഓർത്തോഗണൽ ആണെങ്കിൽ നമ്മൾ ഈ ബേസിസിനെ എന്താ പറയാ? ഓർത്തോഗണൽ ബേസിസ്. അപ്പൊ എന്താണ് ഡെഫിനിഷൻ? ഓർത്തോഗണൽ ബേസിസ് ആകണമെങ്കിൽ പരസ്പരം, ഇത് മ്യൂച്വലി ഇവര് ഓർത്തോഗണൽ ആയിരിക്കണം. മ്യൂച്വലി ഓർത്തോഗണൽ മീൻസ് ഏത് 2 എടുത്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാലും അവർ 0 വരണം. ഇനി വാട്ട് ഈസ് ഓർത്തോനോർമൽ? ഓർത്തോനോർമൽ ബേസിസ് ആകണമെങ്കിൽ 2 കണ്ടീഷനാണുള്ളത്. ഓർത്തോഗണൽ ബേസിസ് ആവണം, ഓർത്തോഗണൽ ബേസിസും ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ ഓരോ വെക്ടറിന്റെയും, ഈ ബേസിസിലുള്ള ഓരോ വെക്ടറിന്റെയും നോം 1 ആയിരിക്കണം. ഇതിലത്തെ ഓരോ വെക്ടേഴ്സിന്റെയും നോം എന്തായിരിക്കണം? 1 ആയിരിക്കണം. നമുക്കൊരു ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതിനേക്കാളും നല്ലത് വേറൊരു എക്സാമ്പിൾ ആണ്, അത് നോക്കാം. ലെറ്റ് ബി ഈക്വൽ ടു 1,0, 0,1. ഇത് ഏതിന്റെ ബേസിസാ? ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് R2. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ സ്പേസ് R2ന്റെ ബേസിസ് ആണ് ബി. എന്റെ ചോദ്യം ഇത് ഓർത്തോഗണൽ ബേസിസ് ആണോ എന്നതാണ്. ഓർത്തോഗണൽ ബേസിസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഇവർ മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കണം. മ്യൂച്വലി എന്ന് പറഞ്ഞാൽ ഇവർ ആകെ 2 പേരേ ഉള്ളൂ. അപ്പൊ ഈ 2 പേരെ ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. 1,0ന്റെയും 0,1ന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും വരിക? ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ 1 × 0 0 പ്ലസ് 0 × 1 0. ആൻസർ 0 വന്നു. അപ്പൊ ഒരു മ്യൂച്വലി ഓർത്തോഗണൽ ആണ്. സോ ഇറ്റ് ഈസ് എ ഓർത്തോഗണൽ ബേസിസ്. അപ്പൊ ഒരു ഓർത്തോഗണൽ ബേസിസ് ആണെന്ന് കിട്ടി. ഇനി ഇത് ഓർത്തോനോർമൽ ആണോ? ഓർത്തോനോർമൽ ബേസിസ് ആണോ? എന്താണ് കണ്ടീഷൻ? ഓർത്തോനോർമൽ ആവാനുള്ളത് 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് ഓർത്തോഗണൽ ആയിരിക്കണം, അതാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഓർത്തോഗണൽ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഓരോരുത്തരുടെയും നോം 1 ആയിരിക്കണം. ഞാൻ ഇതിലത്തെ ആദ്യത്തെ ആളെന്നെ എടുക്കുകയാണ്, 1,0. അതിന്റെ നോം കാണാണ് 1,0ന്റെ നോം. എന്താ 1,0ന്റെ നോം? റൂട്ട് ഓഫ് ഫസ്റ്റ് കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ കമ്പോണന്റിന്റെ സ്ക്വയർ. ആൻസർ എന്താ? 1. അപ്പൊ ആദ്യത്തെ കമ്പോണന്റിന്റെ നോം 1 ആണ്, രണ്ടാമത്തെ നോം എന്താ വരിക? 1. സോ ഓരോരുത്തരുടെയും നോം 1 ആണ്, മ്യൂച്വലി ഓർത്തോഗണൽ ആണ്. സോ ഇറ്റ് ഈസ് ഓർത്തോനോർമൽ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ബേസിസ് ഈസ് എ ഓർത്തോനോർമൽ ബേസിസ്. കിട്ടിയോ? അപ്പൊ ഓർത്തോനോർമൽ ബേസിസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അവർ ഓർത്തോഗണൽ ആകണം, പിന്നെ ഓരോരുത്തരുടെയും നോം എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇനി ഞാൻ ഡെഫിനിഷൻ വായിച്ചുതരാം. എ ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ് ഈസ് സെഡ് ടു ബി ആൻ orthogonal basis if the vectors in the basis are mutually orthogonal. ഈ ബി എന്ന് പറയുന്ന സെറ്റിലെ എലിമെന്റ്സിനെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. ഈ നെക്സ്റ്റ് ഡെഫിനിഷൻ, എ ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ് ഈസ് സെഡ് ടു ബി an orthonormal basis if the vectors in the basis are mutually orthogonal and their norm is 1. Their norm is 1. That is, they are unit vectors. നോം 1 എന്ന് ഉദ്ദേശിക്കുന്നത് ലെങ്ത് 1, അതിനാണ് ഈ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഓർത്തോഗണൽ ബേസിസ് എന്താണെന്നും ഓർത്തോനോർമൽ ബേസിസ് എന്താണെന്നും പഠിച്ചു.
അപ്പൊ ഇതിൽ കണ്ടു നമ്മൾ ഈ തന്നിരിക്കുന്നത് എന്താണ് ഓർത്തോ നോർമൽ ബേസിസ് ആണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.